സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. എന്നെ വിടുകോവാ, അപ്പുറത്ത് റെജി ഉണ്ട് കേട്ടോ. അവനെങ്ങാനും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും അകത്താകും. ഗോപന്റെ കരവലയത്തിനുള്ളിൽ നിന്നും കുതിറിക്കൊണ്ട് സൗമ്യ പറഞ്ഞു. നിന്നെ നിന്നെ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കൊതി തോന്നിയടി. എത്രയാന്ന് വെച്ചാ ഞാനിങ്ങനെ വികാരമടക്കി ഇങ്ങനെ നിൽക്കുന്നത്. സൗമ്യ ധരിച്ചിരുന്ന ടോപ്പിനുള്ളിലൂടെ കൈയിട്ട് അവൻ അവളുടെ മുന്നഴകിൽ അമർത്തി. ഹോ, നിന്റെ എന്ത് സോഫ്റ്റാടി പെണ്ണ ഇത്. അവൻ നിന്നെ ഒന്ന് തൊട്ടു നോക്കാറുകൂടിയില്ലേ? ഗോപൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് റെജിക്ക് എവിടെയാടാ നേരം? ഏത് സമയവും ബിസിനസ്സും മീറ്റിങ്ങും യാത്രകളും എന്നൊക്കെ പറഞ്ഞു നടക്കും. ഇനി അഥവാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ 5 മിനിറ്റുള്ളിൽ കാര്യം കഴിഞ്ഞവൻ തിരിഞ്ഞു കിടക്കുകയും ചെയ്യും. ഇപ്പൊ പിന്നെ എനിക്ക് അവനുമായി ഒന്നിനും താല്പര്യമില്ലെന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് 5 മിനിറ്റിൽ കാര്യങ്ങൾ കഴിയുന്നത് തന്നെയാടാ എനിക്കും ഇഷ്ടം. എന്റെ ആഗ്രഹം നിറവേറ്റി തരാനല്ലേ നീയുള്ളത്. അതുകൊണ്ട് റെജി എന്റെ ആഗ്രഹം നിറവേറ്റിയില്ല എന്നും പറഞ്ഞ് എനിക്കതിൽ സങ്കടമൊന്നുമില്ല. സൗമ്യയുടെ മുഖത്ത് പുച്ഛത്തിൽ ഒരു പുഞ്ചിരി വിടർന്നു. റെജിയുടെയും സൗമ്യയുടെയും കോളേജ് കാലം മുതലുള്ള ഫ്രണ്ടാണ് ഗോപൻ. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ റെജിക്ക് സൗമ്യയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം അവൻ സൗമ്യയുടെ വീട്ടിൽ പെണ്ണാലോചിച്ച് ചെന്നു. വെൽ സെറ്റഡ് ഫാമിലി ആയതിനാൽ അവളുടെ വീട്ടുകാർക്കും വലിയ താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 5 വർഷം മുമ്പാണ് അവരുടെ വിവാഹം നടന്നത്. വിവാഹശേഷം അവന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി റെജിയും സൗമ്യയും എറണാകുളത്തേക്ക് താമസം മാറി. അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ഫ്ളാറ്റിൽ തന്നെയാണ് ഗോപനും താമസിക്കുന്നത്. റെജിയും സൗമ്യയും ആദ്യമൊക്കെ നന്നായി ജീവിച്ചിരുന്നെങ്കിലും റെജിയുടെ ബിസിനസ് തിരക്കുകൾ അവനെ അവളിൽ നിന്നും പതുക്കെ അകറ്റി. അവൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭർത്താവാകാൻ അവന് സാധിച്ചില്ല. കിടപ്പറയിലും അവൻ മോശമാണെന്നാണ് അവളുടെ ഒരു അഭിപ്രായം. താലോലിക്കാൻ ഒരു കുഞ്ഞും അവർക്കുണ്ടായിരുന്നില്ല. ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച കൈവന്നതിന് ശേഷം മതി കുട്ടികളെന്നതായിരുന്നു റെജിക്ക്. പക്ഷേ സൗമ്യയ്ക്കോ അവൾക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവൾ അവനോട് എതിരൊന്നും പറഞ്ഞില്ല. റെജിയെ അവളുടെ വീട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായതിനാൽ അവനെ ഉപേക്ഷിച്ച് സൗമ്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനും കഴിയില്ലായിരുന്നു. ഡൈവോഴ്സ് ചെയ്ത് എന്നാൽ അവളെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് അവൾക്കറിയാം. ഭർത്താവിനോടൊപ്പം യാത്രകൾ ചെയ്യാനും സിനിമ കാണാനും ഒക്കെ സൗമ്യയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്നാൽ തൻ്റെ തിരക്കുകൾ കാരണം അവൻ എപ്പോഴും അവളോട് ഫ്രണ്ട്സിനെ കൂട്ടി ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാനോ ഒക്കെയാണ് പറയാറുള്ളത്. റെജിയുടെ കുറവിൽ അവൾക്കൊപ്പം മിക്കവാറും പുറത്ത് കൂട്ടിന് പോകാറുള്ളത് ഗോപനാണ്. ഗോപൻ തൻ്റെ ഭാര്യയെ ഒരു സഹപാഠിയെ പോലെയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെയോ കാണുന്നതെന്നായിരുന്നു റെജിയുടെ വിശ്വാസം. എന്നാൽ കോളേജ് കാലം മുതൽ റെജി അറിയാതെ ഗോപനും സൗമ്യയെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു. അവൻ തൻ്റെ പ്രണയം സൗമ്യ അടുത്ത് തുറന്നു പറയാനിരിക്കുമ്പോഴാണ് റെജി ഇടയ്ക്ക് കയറി ഗോളടിച്ചത്. പിന്നീട് സൗമ്യ റെജിയിൽ നിന്ന് മാനസികമായി അകന്നിട്ടുണ്ടെന്ന് മനസ്സിലായ ഗോപൻ ഒരിക്കൽ തൻ്റെ പ്രണയം സൗമ്യയോട് തുറന്നു പറയുകയും ചെയ്തു. അവന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ മുതൽ സൗമ്യയ്ക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നിത്തുടങ്ങി. കാരണം താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭർത്താവാകാൻ ഗോപന് കഴിയുമായിരുന്നു എന്നവൾ വേദനയോടെ ഓർത്തു. അങ്ങനെയാണ് റെജി അറിയാതെ അവർ തമ്മിൽ ഒരു റിലേഷൻ ഉടലെടുത്തത്. IT ഫീൽഡിലാണ് ഗോപൻ വർക്ക് ചെയ്യുന്നത്. സൗമ്യയോടുള്ള ഇഷ്ടം സിൻസിയർ ആയിരുന്നതിനാൽ ഗോപൻ ഇതുവരെയും ഒരു വിവാഹം കഴിച്ചിട്ടില്ല. താൻ ആഗ്രഹിച്ച പെണ്ണിനെ തനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അതോർത്ത് അവൻ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ സൗമ്യ ഇനി റെജിയെ ഡൈവോഴ്സ് ചെയ്തു വന്നാലും തൻ്റെ വീട്ടിൽ അവൾ ഒരു 2ാം കെട്ടുകാരി പെണ്ണാവുന്നത് കൊണ്ട് കല്യാണം കഴിക്കാൻ സമ്മതം കിട്ടില്ല എന്ന് ഗോപൻ അറിയാം. വീട്ടുകാർ വേറൊരു കല്യാണത്തിന് നിർബന്ധിക്കുന്നത് വരെ സൗമ്യയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് അവൻ വിചാരിക്കുന്നത് തന്നെ. കുഴപ്പമില്ല, തൻ്റെ കല്യാണശേഷവും സൗമ്യയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധം തുടരാൻ അവൻ ആഗ്രഹിക്കുന്നുമുണ്ട്. കോളേജിൽ മുൻപ് പഠിച്ച കൂട്ടുകാർ എല്ലാവരും ചേർന്ന് റെജിയുടെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിരുന്നു. എല്ലാവരും ടെറസിൽ വളഞ്ഞിരുന്ന് ശകലം സോമരസം കഴിക്കുമ്പോഴാണ് ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി ഗോപൻ അടുക്കളയിലേക്ക് വന്നത്. സൗമ്യയെ ഒന്ന് തനിച്ച് അടുത്ത് കിട്ടാൻ വേണ്ടി കൂടിയാണ് ഗോപൻ ഐസ് ക്യൂബ് എടുക്കാനായി ഓടി വന്നത് തന്നെ. നിനക്കെന്നെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ ഗോപ? അടുക്കളയിൽ നിന്ന സൗമ്യ ചോദിച്ചു.
അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനു മുൻപ് റെജി വന്ന് നിന്നെ കെട്ടിക്കൊണ്ട് പോയില്ലേ? സൗമ്യ ഒന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ റെജിയെ ഡൈവോഴ്സ് ചെയ്താലും നിന്റെ വീട്ടിൽ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. എങ്കിലും നമ്മുടെ ഈ ബന്ധം ഇങ്ങനെ തുടർന്നു പോയാലും ശരിയാവില്ല. റെജി എന്നെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ മനസ്സും ശരീരവും നിന്നിലേക്ക് അടുത്തത്. എന്നാൽ നാളെ നിനക്കൊരു ഭാര്യ വന്നു കഴിഞ്ഞാൽ അവൾ നിന്നെ സ്നേഹിക്കും. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത് തെറ്റാണ്. നീ ഒരു കല്യാണം കഴിക്കുന്നത് വരെ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം നിലനിൽക്കൂ. റെജി എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നീയുമായി അടുക്കില്ലായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭർത്താവാകാൻ അവന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നിന്നു കൊടുക്കാറുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെയായി തീരാനായിരിക്കും വിധി. നീയെങ്കിലും കല്യാണം കഴിച്ച് നന്നായി ജീവിക്കണം. കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഒരു രീതിയിലും ചതിക്കാനും പാടില്ല. സൗമ്യ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞത്. നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം സൗമ്യ. ഓവൻ അവളിൽ നിന്നും വിട്ടകന്ന് ഫ്രിഡ്ജിൽ നിന്നും ഐസ് ക്യൂബ് കയ്യിലെടുത്തു. അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഗോപൻ പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. തന്റെ കല്യാണം കഴിയുന്നത് വരെ ഈ ബന്ധം നിലനിൽക്കൂ എന്ന് സൗമ്യ പറയുമ്പോഴൊക്കെയും ഗോപൻ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകാറാണ് പതിവ്. ഇപ്പോഴും അവൻ അതുതന്നെ ആവർത്തിച്ചു. എന്നാൽ ഗോപനെ മുകളിലേക്ക് കാണാതെ അടുക്കളയിലെത്തിയ റെജി അവരുടെ സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഗോപൻ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അവൻ പെട്ടെന്ന് റൂമിലേക്ക് മാറി നിന്നു. തന്റെ ഭാര്യയും സുഹൃത്തും തമ്മിൽ ബന്ധമുണ്ടെന്ന തിരിച്ചറിവ് അവനെ തകർത്തിരുന്നു. ആദ്യം അതിന്റെ പേരിൽ ഇരുവരോടും തട്ടിക്കയറണമെന്നും സൗമ്യയെ ഡൈവോഴ്സ് ചെയ്യണമെന്നും അവൻ ചിന്തിച്ചു. ബന്ധുക്കളെ എല്ലാവരെയും അവരുടെ ബന്ധം അറിയിച്ച് ഇരുവരെയും നാണം കെടുത്തണം എന്നൊക്കെ അവൻ ഓർത്തുപോയി. എന്നാൽ റെജി പിന്നീട് ആലോചിച്ചപ്പോൾ തന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. താൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് സൗമ്യ തന്നോടൊപ്പം ജീവിക്കുന്നതെന്നും താൻ അവളുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാത്തത് കൊണ്ടാണ് സൗമ്യ ഗോപനോട് അടുത്തതെന്നും അവൻ ആലോചിച്ച് മനസ്സിലാക്കി. റെജിക്ക് സൗമ്യയോടുള്ള പ്രണയം ആത്മാർത്ഥമായതിനാൽ അവളെ ഉപേക്ഷിക്കാനോ അവളെ മറ്റുള്ളവർക്ക് മുന്നിൽ അപഹാസ്യയാക്കാനോ ഒന്നും അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൗമ്യ ചെയ്ത ഈ വലിയ തെറ്റ് ക്ഷമിക്കാൻ തന്നെ അവൻ മനസ്സുകൊണ്ട് തയ്യാറായി. പകരം അവൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാകാൻ അവനും കൊതിച്ചു. ഗോപന്റെയും സൗമ്യയുടെയും മുൻപിൽ താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവം നടിക്കാൻ റെജി ഒരുപാട് കഷ്ടപ്പെട്ടു. എങ്കിലും അവൻ ആത്മാർത്ഥമായി മാറാൻ തന്നെ തയ്യാറെടുത്തു. റെജിയിൽ താൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സൗമ്യ മെല്ലെ മെല്ലെ ഗോപനിൽ നിന്നും അകലാൻ തുടങ്ങി. സൗമ്യയെ റെജി സ്നേഹം കൊണ്ട് മൂടാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് കുറ്റബോധം കൊണ്ട് അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഒരിക്കൽ അവൾ അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാം തനിക്ക് അറിയാമെന്നും തൻ്റെയും കൂടി തെറ്റുകൊണ്ടാണ് സൗമ്യ അത് ചെയ്തതെന്നും അത് താൻ ക്ഷമിച്ചതെന്നും ഇനി ഒരിക്കലും തന്നെ ചതിക്കരുതെന്നും ഒക്കെ റെജി അവളോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും സൗമ്യ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം ഇനി ഒരിക്കലും താൻ റെജിയെ ചതിക്കില്ല എന്നവൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു.